ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഒരു കവിതയാണ്. ഫസ്റ്റ് ഷവേഴ്സ് എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ പേര്. വേനലിൻ്റെ ചൂടിലും പുകച്ചിലും ഒക്കെ ഒരു റിലീഫ് നൽകുന്ന ഒന്നാണ് ആദ്യത്തെ മഴ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഷവേഴ്സ് കൊണ്ട്. അപ്പോൾ ഇവിടെ പോം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ദ സെൻഷ്യസ്നെസ് ഓഫ് റെയിൻ? ഡസ് ദ റെയിൻ ബ്രിങ്സ് ഹാപ്പിനെസ് ടു യു? ഹിയർ ഈസ് എ പോം അബൌട്ട് ദ ഹാപ്പിനെസ് ദാറ്റ് റെയിൻ ബ്രിങ്സ്. റീഡ് ആൻഡ് എൻജോയ് ദ പോം. അപ്പോൾ സെൻഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയാനുഭൂതി എന്നുള്ളതാണ്. അതായത് മഴ പെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു കുളിർമയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആദ്യമായിട്ട് വേനലിൻ്റെ ആ ഒരു വരൾച്ചയിൽ ബുദ്ധിമുട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന മഴയ്ക്ക് പ്രത്യേകിച്ചും നമുക്കൊരു ഒരു സെൻസിയസ്നെസ് ഉണ്ടാവും അല്ലേ. നമുക്കൊരു കുളിർമയും മനസ്സിനൊരു സന്തോഷവും ഒക്കെ നൽകുന്നതായിരിക്കും ആദ്യത്തെ മഴ എന്ന് പറയുന്നത്. അപ്പോൾ ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ദ സെൻസിയസ്നെസ് ഓഫ് റെയിൻ? മഴയുടെ ആ ഒരു അനുഭൂതി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡസ് ദ റെയിൻ ബ്രിങ് ഹാപ്പിനെസ് ടു യു? മഴ നിങ്ങൾക്ക് സന്തോഷം നൽകാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹിയർ ഈസ് എ പോം അബൌട്ട് ദ ഹാപ്പിനെസ് ദാറ്റ് റെയിൻ ബ്രിങ്സ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പോം അതിലൂടെ പറയുന്നത് എന്താണ്? മഴ കൊണ്ടുവരുന്ന സന്തോഷത്തെക്കുറിച്ചിട്ടാണ്. ഓക്കെ, അതാ പറയുന്നത്. റീഡ് ആൻഡ് എൻജോയ് ദ പോം. ഈ പോം വായിച്ച് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചർ നോക്കിയേ. ഈ ഒരു കവിതയ്ക്ക് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പിക്ചറാണ്. നമ്മൾ ഈ കവിത വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഈ ഒരു പിക്ചർ കറക്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു പോത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് പോത്തിലേക്ക് കടക്കാം. ആസ് ഐ റിട്ടേൺ ഫ്രം മൈ വർക്ക് പ്ലേസ്, കൂൾ ഡ്രോപ്സ് കിസ്ഡ് മൈ പാർച്ച്ഡ് ഫേസ്. അപ്പോൾ ഇവിടെ ഈ ഒരു പോയത്തിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് പോയറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആസ് ഐ റിട്ടേൺ ഫ്രം മൈ വർക്ക് പ്ലേസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ നിന്ന്, ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് കൂൾ ഡ്രോപ്സ് കിസ്ഡ് മൈ പാർച്ച്ഡ് ഫേസ്. കൂൾ ഡ്രോപ്സ് നല്ല തണുത്ത മഴത്തുള്ളി അല്ലേ, തുള്ളി കിസ്ഡ് മൈ പാർച്ച്ഡ് ഫേസ്. പാർച്ച്ഡ് മീൻസ് വരണ്ട എന്നുള്ളതാണ് മീനിങ്. അപ്പം എൻ്റെ വരണ്ട മുഖത്തേക്ക് നല്ല തണുത്ത മഴത്തുള്ളി അങ്ങനെ വന്ന് കിസ് ചെയ്തു, മുത്തമിട്ടു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ പാർച്ച്ഡ് ഫേസ് അല്ലെങ്കിൽ വരണ്ട മുഖം എന്നുള്ളത് കാണിക്കുന്നത് ആ ഒരു സ്പീക്കർ അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് വളരെയധികം ക്ഷീണിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ മഴക്കാലമല്ല, വേനൽക്കാലമാണ്. അപ്പോൾ വേനൽക്കാലത്തുള്ള ആ ഒരു ചൂടിൻ്റെയും എല്ലാ കാര്യങ്ങളും അവരുടെ ഫേസ്, ആ ഒരു പാർച്ച്ഡ് ഫേസ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്താണ് ഒരു കൂൾ ഡ്രോപ്സ്, ഒരു തണുത്ത തുള്ളി വന്ന് വരണ്ട മുഖത്ത് മുത്തമിടുന്നത്. അപ്പം ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ ഒരു മഴത്തുള്ളിയുടെ പുറകെ ശക്തമായ ഒരു മഴ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സൂൺ ദ ഫസ്റ്റ് ഷവേഴ്സ് കോട്ട് മീ അൺഅവേഴ്സ് ആൻഡ് സോക്ഡ് മീ സൂത്തിങ് മൈ ഫ്രെയ്ഡ് നെർവ്സ്. അപ്പോൾ സൂൺ, പെട്ടെന്ന്, സഡൻലി, ഫസ്റ്റ് ഷവേഴ്സ്, ആദ്യത്തെ ആ ഒരു മഴ, കോട്ട് മീ അൺഅവേഴ്സ്, അപ്രതീക്ഷിതമായി എന്നെ അങ്ങ് പിടിച്ചു എന്ന് പറഞ്ഞാൽ മഴ ശക്തമായിട്ട് അങ്ങ് പെയ്തു. ആൻഡ് സോക്ഡ് മീ മീൻസ് കുതിരുക, മഴയത്ത് നനഞ്ഞു കുതിർന്നു എന്നുള്ളതാണ്. സൂതിങ് മൈ ഫ്രെയ്ഡ് നെർവ്സ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച, തളർന്ന, ടയേർഡായിട്ടുള്ള ഒരു നെർവ്സിന്, ഞരമ്പുകൾക്കൊക്കെ ആശ്വാസം പകർന്നു അല്ലെങ്കിൽ സാന്ത്വനിപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മഴയാണ്, അത് ശക്തമായിട്ട് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് പെയ്തു. എന്നിട്ട് ആ ഒരു സ്പീക്കറിനെ ആകെ നനഞ്ഞ് കുതിർത്തി മഴയത്ത് അല്ലേ. എന്നിട്ട് അവരുടെ ആ ഒരു ഞരമ്പുകൾക്കൊക്കെ ഒരു ആശ്വാസം പകരുന്ന രീതിയിലാണ് ആ മഴ മാറിയത് എന്നാണ് പറയുന്നത്. The weary lines did it promptly erase of day-long heat and fatigue from my visage. എന്താ പറയുന്നത്? വിയറി ലൈൻസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ഷീണം കൊണ്ടുണ്ടായ ക്ഷീണത്തിൻ്റെ ആ ഒരു രേഖകൾ, ക്ഷീണത്തിൻ്റെ ആ ഒരു ലക്ഷണം എന്നുള്ളതൊക്കെയാണ്. ഡിഡ് ഇറ്റ് പ്രോംപ്റ്റ്ലി എറേസ്. പ്രോംപ്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്, ഇറേസ് എന്ന് പറഞ്ഞാൽ മായ്ച്ച് കളയുക, ഇല്ലാതാക്കി കളയുക. അപ്പോൾ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ക്ഷീണത്തിൻ്റെ രേഖകളെല്ലാം പെട്ടെന്ന് മായ്ച്ച് കളഞ്ഞു. എന്താണ് ആ ക്ഷീണം? ഓഫ് ഡേ ലോങ് ഹീറ്റ് അതായത് ദിവസം ഉടനീളം ഉണ്ടായിരുന്ന ആ ഒരു ചൂട്. അതേപോലെ ഫെറ്റീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണം,
വീക്ക്നെസ് എന്നുള്ളതാണ്. ഫ്രം മൈ വിസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്, മുഖം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് ദിവസത്തിലുടനീളം ഉണ്ടായിരുന്ന ആ ഒരു ചൂടിൻ്റെയും ക്ഷീണത്തിൻ്റെയും ഒക്കെ ആ ഒരു പ്രയാസം പെട്ടെന്ന് തന്നെ ആ ഒരു മഴ മായ്ച്ച് കളഞ്ഞു, എറേസ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ. Wet clothes clung to my body like an infant, to its mother's bosom unsteady my gait. എന്താ പറയുന്നത്? വെറ്റ് ക്ലോത്ത്സ്, നനഞ്ഞ വസ്ത്രം. ആ ഒരു സ്പീക്കർ ധരിച്ചിട്ടുള്ള ആ ഒരു വസ്ത്രം ആകെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നനഞ്ഞ വസ്ത്രം ക്ലങ് ടു മൈ ബോഡി ലൈക്ക് എൻ ഇൻഫാൻറ്റ്. ക്ലങ് മീൻസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക എന്നുള്ളതാണ്. എന്തുപോലെയാണ്? ലൈക്ക് ആൻ ഇൻഫാൻറ്റ്. ഇൻഫാൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞ്, കൈക്കുഞ്ഞിനെയാണ് പറയുക. അപ്പോൾ ഒരു കൈക്കുഞ്ഞ് അമ്മേനെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നത് പോലെ ഈ ഒരു വസ്ത്രം നനഞ്ഞിട്ട് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുകയാണ്. ടു ഇറ്റ്സ് മദേഴ്സ് ബോസം. ബോസം മീൻസ് മാറിടം. അപ്പം അമ്മയുടെ മാറിടത്തിൽ ഒരു പിഞ്ച് കുഞ്ഞ് പറ്റി പിടിച്ച് കിടക്കുന്നത് പോലെ അവരുടെ വസ്ത്രം നനഞ്ഞ് കുതിർന്നിട്ട് അവരുടെ ശരീരത്തിൽ പറ്റി പിടിച്ച് കിടക്കുകയാണ്. അപ്പം ഇവിടെ നമുക്കൊരു സിമിലി കാണാൻ കഴിയുന്നുണ്ട്. ബിക്കോസ് എന്താണ് ഇവിടെ എന്താ പറയുന്നത്? വെറ്റ് ക്ലോത്ത്സ് ക്ലങ് ടു മൈ ബോഡി ലൈക്ക് ആൻ ഇൻഫാൻറ്റ്. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈക്ക് യൂസ് ചെയ്തൊരു കമ്പാരിസൺ ഇവിടെ നടത്തിയിട്ടുണ്ട്. സോ അതെന്താണ്? സിമിലിയാണ്. പിന്നെ എന്താണ്? അൺസ്റ്റഡി മൈ ഗെയ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗെയ്റ്റ് മീൻസ് നടത്തം എന്നുള്ളതാണ്. അപ്പം നടക്കുന്നത് അൺസ്റ്റഡി ആക്കി മാറ്റി. അതായത് നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം, വസ്ത്രം മുഴുവൻ നനഞ്ഞ് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നടക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ ഡസ്റ്റി ട്രീസ് സ്റ്റുഡ് ബാത്ഡ് ഇൻ ആൻ ഇൻസ്റ്റൻറ്റ്, ഡ്രസ്ഡ് ഇൻ വാഷ്ഡ് ഗ്രീൻ ലുക്ഡ് മാഗ്നിഫിഷ്യൻറ്റ്. അപ്പം മഴക്കാലമല്ല, വേനൽക്കാലമാണ്. അപ്പോൾ വേനൽക്കാലത്ത് പൊടി പിടിച്ച് കിടക്കുന്ന മരങ്ങളാണ്, അതാണ് ഡസ്റ്റി ട്രീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മരങ്ങളൊക്കെ സ്റ്റുഡ് ബാത്ഡ് ഇൻ ആൻ ഇൻസ്റ്റൻറ്റ്, പെട്ടെന്ന് തന്നെ ആ ഒരു മഴയത്ത് എന്താണ് നനഞ്ഞു കുളിച്ചു. അപ്പം ആ ഒരു പൊടിയൊക്കെ എന്തായിട്ടുണ്ട്? മഴയത്ത് ഒലിച്ചു പോകും അല്ലേ? അപ്പം അവർ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് മരങ്ങളെല്ലാം. ഡ്രസ്ഡ് ഇൻ വാഷ്ഡ് ഗ്രീൻ ലുക്ഡ് മാഗ്നിഫിഷ്യൻറ്റ്. അതായത് കഴുകി വൃത്തിയാക്കിയ പച്ച വസ്ത്രം ധരിച്ചതുപോലെ അതിഗംഭീരമായിട്ട് ആ മരങ്ങളെയൊക്കെ കാണപ്പെട്ടു. മാഗ്നിഫിഷ്യൻ മീൻസ് എന്താണ്? അതിഗംഭീരമായി കാണപ്പെട്ടു എന്നുള്ളതാണ്. The scented earth, resplendent in dampened glory, sucked in dust, giving respite to the travelers weary. എന്താ പറയുന്നത്? സെൻറ്റഡ് എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് മഴ ലഭിക്കുന്ന സമയത്ത് മണ്ണിൻ്റെ ആ ഒരു ഗന്ധം ഉണ്ടാവില്ല, മണ്ണിൽ ആദ്യമായിട്ട് മഴ പതിച്ചതിൻ്റെ ആ ഒരു സുഗന്ധം, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏർത്തിന് അങ്ങനെയൊരു സുഗന്ധം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താണ്? റെസ്പ്ലെൻഡൻറ്റ് ഇൻ ഡാമൻഡൻറ്റ് ഗ്ലോറി മീൻസ് എന്താണ്? വളരെ അട്രാക്റ്റീവായിട്ട് കാണപ്പെട്ടു. ഈ ഒരു ഭൂമി മഴയത്ത് നനഞ്ഞു കുളിർത്ത് ആ ഒരു നല്ല പുതുമഴയുടെ ആ ഒരു മണത്തോടു കൂടി നല്ല ഗംഭീരമായ ഒരു ഭംഗിയോടുകൂടി ഭൂമി കാണപ്പെട്ടു. സക്ഡ് ഇൻ ഡസ്റ്റ് ഗിവിങ് റെസ്പൈറ്റ് ടു ദ ട്രാവലേഴ്സ് വിയറി. അപ്പം ആ ഒരു പൊടിപടലങ്ങളൊക്കെ ഉണ്ടല്ലോ മഴയ്ക്ക് മുൻപുള്ള, അതൊക്കെ സക്ക് ചെയ്തു എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ വലിച്ചെടുത്തു മണ്ണിലേക്ക്. ഗിവിങ് റെസ്പൈറ്റ് ടു ദ ട്രാവലേഴ്സ് വെയറി. ട്രാവലേഴ്സ് പറഞ്ഞാൽ ഇങ്ങനെ നടന്നു പോകുന്ന ആളുകളുണ്ടല്ലോ, വളരെ ക്ഷീണിച്ചു. വിയറി മീൻസ് ക്ഷീണിച്ച് അവശരായി നടന്നു പോകുന്ന ട്രാവലേഴ്സിനൊക്കെ അത് വളരെയധികം ആശ്വാസം നൽകി. റെസ്പൈറ്റ് മീൻസ് അവർക്ക് ഒരു വിശ്രമം പോലെ, ഒരു ആശ്വാസം പോലെ ആയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഡസ്റ്റി ട്രീസ്, മുഴുവൻ പൊടി പിടിച്ച് കിടന്നിരുന്ന മരങ്ങളെല്ലാം മഴയത്ത് കുളിച്ച് നല്ല വൃത്തിയായി അലക്കിയ പച്ച വസ്ത്രം ധരിച്ചതുപോലെ ഭംഗിയായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? ആദ്യമായി പെയ്തിറങ്ങിയ ആ ഒരു മഴയിൽ നനഞ്ഞ മണ്ണിൻ്റെ ആ ഒരു സുഗന്ധം പരത്തിക്കൊണ്ട് ഭൂമി നല്ല ഭംഗിയിൽ കാണപ്പെട്ടു. അത് മാത്രമല്ല ഈ ഡസ്റ്റൊക്കെ ഭൂമിയുടെ ഭൂമി അങ്ങ് മഴയത്ത് വലിച്ചെടുത്തു. അപ്പം ക്ഷീണിച്ച് നടന്ന് നീങ്ങുന്ന യാത്രക്കാർക്ക്, ട്രാവലേഴ്സിന് അതൊരു ആശ്വാസമായിട്ട് മാറി. ആ ഒരു മരച്ചുവടുകളൊക്കെ അവർക്ക് വിശ്രമിക്കാനുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള സ്ഥലമായിട്ട് മാറി എന്നുള്ളതൊക്കെയാണ് പറയുന്നത് കേട്ടോ. To thank the rain god, I looked up in the sky. More drops drenched me on the sly. അപ്പോൾ എന്താ സംഭവിച്ചത്? മഴദേവതയോട് നന്ദി പറയാൻ വേണ്ടി ഐ ലുക്ക്ഡ് അപ്പ് ഇൻ ദ സ്കൈ, ഞാൻ ആകാശത്തിലേക്ക് നോക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? മോർ ഡ്രോപ്സ് ഡ്രഞ്ച്ഡ് മീ ഓൺ ദ സ്ലൈ. അപ്പം
കൂടുതൽ മഴത്തുള്ളികൾ ഡ്രഞ്ച്ഡ് മീ. ഡ്രഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നനയ്ക്കുക, എന്നെ നനച്ചു. ഓൺ ദ സ്ലൈ, വേദനിപ്പിച്ചുകൊണ്ടല്ല, ഒരു എന്താണ് കൗശലത്തോടു കൂടി ആ മഴ മുഴുവൻ എന്താണ് വളരെ ശക്തിയോടുകൂടി എന്നിലേക്ക് പെയ്തിറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ എന്താണ് ഈ ഒരു സ്പീക്കറിന് സന്തോഷം നൽകുന്ന കാര്യമാണ് കേട്ടോ. വേദനിപ്പിക്കുന്ന രീതിയിലല്ല, നല്ല ഒരു കൗശലത്തോടു കൂടിയാണ് മഴ തന്നിലേക്ക് പെയ്തിറങ്ങിയത് എന്നാണ് പറയുന്നത്. മാർവലിംഗ് അറ്റ് ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ഇത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വരദാനമാണ് മഴ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആ ഒരു മഴ കണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഐ ഹറീഡ് ഹോം വെഡിങ് ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ. അപ്പം ഞാൻ ഈ പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള മഴയെ കണ്ട് ആസ്വദിച്ച് അതിൽ അത്ഭുതം പൂണ്ട് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയി. ആ ഒരു വെള്ളം മഴയത്ത് പെയ്ത് ഇങ്ങനെ ഒലിച്ചു പോകുന്ന ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ശബ്ദവും ഒക്കെ കേട്ട് അതിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ട് ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നളിനി ശർമ്മയാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അവർ ഒരു ബൈലിംഗ്വൽ ഇന്ത്യൻ റൈറ്ററാണ് കേട്ടോ. അപ്പം ഇന്ത്യക്കാരിയായിട്ടുള്ള എഴുത്തുകാരിയാണ്, ബൈലിംഗ്വലാണ്, 2 ലാംഗ്വേജിൽ എഴുതുന്നുണ്ട്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷാണ്. അപ്പം അവരുടെ പോയംസും അവരുടെ അവാർഡ്സും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.